അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാനിലെ അവസാന പത്തിലെ വെള്ളിയാഴ്ച രാവും ഒറ്റയിട്ട രാവും ഒന്നിച്ചു വന്നാൽ മറ്റു രാത്രിയേക്കാൾ ലൈലത്തുൽ ഖദർ കൂടുതൽ സാധ്യതയുള്ള രാത്രിയായിരിക്കും. വെള്ളിയാഴ്ച രാവ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന 23-ാം രാവ് രണ്ടും ഒത്തുചേർന്ന ഇന്നത്തെ രാത്രി പരമാവധി ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ട് ധന്യമാക്കാൻ ശ്രദ്ധിക്കണേ. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ: രാത്രിയിൽ കൂടുതലായി നിന്ന് നമസ്കരിക്കുക. അതിന് പ്രയാസമുള്ളവർ കൂടുതൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആയത്തുകളും സൂറത്തുകളും പാരായണം ചെയ്യുക. ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആമന റസൂൽ പാരായണം ചെയ്യുക. ആമന റസൂൽ ആരെങ്കിലും പാരായണം ചെയ്താൽ എല്ലാ വിപത്തിൽ നിന്നും പിശാചിന്റെയും മനുഷ്യന്റെയും ഉപദ്രവത്തിൽ നിന്നും പ്രത്യേക സുരക്ഷ ലഭിക്കുന്നതാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 7 തവണ പാരായണം ചെയ്യുക. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇശാന് ശേഷം ആരെങ്കിലും ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 7 തവണ പാരായണം ചെയ്താൽ എല്ലാ വിപത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുകയും 70,000 മലക്കുകൾ അവനു വേണ്ടി സ്വർഗം കൊണ്ട് ദുആ ചെയ്യുന്നതുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 3 തവണ ചൊല്ലുക. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ചൊല്ലിയാൽ 1-ാമത്തെ പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അവന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. 2-ാമത്തെ തവണ ചൊല്ലൽ കൊണ്ട് അവനെ നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കും. 3-ാം തവണ ചൊല്ലൽ കൊണ്ട് അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇദാ സുൽസിലത്തുൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് പാരായണം ചെയ്യുക. സൽസല സൂറത്ത് ഖുർആനിന്റെ പകുതിക്ക് സമാനമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 2 തവണ പാരായണം ചെയ്താൽ 1 തവണ ഖത്തം ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. ഈ സൂറത്ത് ഖുർആനിന്റെ 4-1 സമാനമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഖുർആനിന്റെ 3-1 സമമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ സൂറത്ത് 3 തവണ പാരായണം ചെയ്താൽ 1 ഖത്തം പൂർത്തിയാക്കിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ഖുർആനിന്റെ ഹൃദയമാണെന്നും എന്തൊരാവശ്യത്തിന് വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് നടപ്പാക്കുന്നതാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. മറ്റ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സ്വന്തത്തിനു വേണ്ടിയും ഇഷ്ടക്കാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. കഴിയുന്ന രീതിയിൽ സ്വതക്ക ചെയ്യുക. തെറ്റിനെ തൊട്ട് അവയവങ്ങളെ സൂക്ഷിക്കുക. അല്ലാഹു മിന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക.